ഇറാൻ ഇസ്രായേൽ യുദ്ധമാണല്ലോ പുതിയ സംഭവവികാസം. ഇന്നലെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു, ടെഹ്റാനിൽ നിരത്തി ബോംബ് വർഷം നടത്തി എന്ന് കേട്ടപ്പോൾ ഒരുപാട് പേർ ആഘോഷിക്കുന്നത് കണ്ടു. ഗാസയിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന അക്കൂട്ടർ തന്നെയാണ് ഇറാനിൽ ഇസ്രായേൽ ബോംബിട്ടപ്പോൾ ഇപ്പോഴും ആഘോഷിച്ചത്. ഇന്ന് ഇറാൻ തിരിച്ചടിച്ചു, ടെൽ അവീവിൽ മിസൈലുകൾ ഇട്ടു എന്ന് കേട്ടപ്പോൾ അക്കൂട്ടർക്ക് മിണ്ടാട്ടമില്ല. പക്ഷേ യഥാർത്ഥ മനുഷ്യസ്നേഹികൾ ടെഹ്റാനിലോ ടെൽ അവീവിലോ എവിടെ ബോംബ് വീണാലും വിഷമം തോന്നുന്നവരാണ്. ടെഹ്റാനിലെ കൊച്ചു കുഞ്ഞുങ്ങളും വൃദ്ധരും ദുർബലരായ മുതിർന്നവരും ബോംബിന് വീണ് ചാമ്പലാകുന്നതും, ടെൽ അവീവിൽ കുഞ്ഞുങ്ങളോ വൃദ്ധരോ ദുർബലരോ മരിച്ചു വീഴുന്നതും, ബോംബ് വീണ് മരിച്ചു വീഴുന്നതും യഥാർത്ഥ മനുഷ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം തുല്യ ദുഃഖമാണ് ഉണ്ടാക്കുക. ഇവർക്കിടയിലുള്ള രാഷ്ട്രീയമോ മതപരമോ പ്രാദേശികമോ ആയ തർക്കങ്ങൾ മറ്റൊരു വശമാണ്, മറ്റൊരു ഘടകമാണ്. പക്ഷെ മനുഷ്യസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം എവിടെ നാശങ്ങളും നഷ്ടങ്ങളും ദുർബലർക്ക് ക്ലേശങ്ങളും ഉണ്ടാകുന്നുവോ അതിലെല്ലാം അവർക്ക് ദുഃഖം ഒരുപോലെയായിരിക്കും. പക്ഷം പിടിച്ച് ഇത് എൻ്റെ ആളുകളും അത് മറ്റുള്ളവരുടെ ആളുകളും ആണെന്ന് പറയുന്ന രീതി യഥാർത്ഥ മനുഷ്യസ്നേഹികളിൽ കാണാൻ കഴിയില്ല. ഇനി ഒരു കാര്യം പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. യഥാർത്ഥ മുസ്ലിമിൻ്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. കൊച്ചുകുട്ടികൾ ശുദ്ധ പ്രകൃതത്തോടെയാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞത് പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കൊച്ചുകുട്ടികൾ ടെൽ അവീവിൽ പിറന്നു വീണാലും ടെഹ്റാനിൽ പിറന്നു വീണാലും ഈ മറ്റേത് ഭൂപ്രദേശത്ത് പിറന്നു വീണാലും ശുദ്ധ പ്രകൃതക്കാർ തന്നെയാണ്. അവരുടെ തലക്ക് മുകളിൽ ബോംബ് കൊണ്ടുപോയിരുന്നത് ക്രൂരതയാണ്, അപലപനീയമാണ്. അതാര് ചെയ്താലും ആരെ ബാധിച്ചാലും ഇതാണ് യഥാർത്ഥ മാനുഷിക നിലപാട് ആവേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. മുസ്ലിം ഭാഗത്ത് നാശനഷ്ടങ്ങളോ ക്ലേശങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടാകുമ്പോൾ ആഹ്ലാദിക്കാനായി മാത്രം, ആഘോഷിക്കാനായി മാത്രം ഒരു വിഭാഗം തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അതേ മുസ്ലിങ്ങൾ തിരിച്ചടിക്കുമ്പോഴാവട്ടെ അവർ തീവ്രവാദികളും അക്രമകാരികളും ദ്രോഹികളും രക്തച്ചൊരിച്ചിലുകാരുമായി ഇതേ കൂട്ടർ തന്നെ ചിത്രീകരിക്കുകയും ചെയ്യും. എന്തൊരു വിരോധാഭാസമാണിത്! ഇതെത്ര മോശമാണ്! മനുഷ്യൻ നാഗരികമായ വളർച്ച നേടി എന്ന് പറയുമ്പോഴും സാംസ്കാരികമായി ഉന്നതിയിലെത്തി എന്ന് പറയുമ്പോഴും ഈ രീതിയിൽ വിഭാഗീയത കൊണ്ടു നടക്കുന്നത്, മതപരവും പ്രാദേശികവും ഭാഷാപരവുമായ വിഭാഗീയതയിലൂടെ അതിനുവേണ്ടി മാത്രം മെനക്കെട്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത് എത്രമാത്രം പരിഹാസ്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇറാനെ സംബന്ധിച്ച് പറയുമ്പോൾ പൊതുവെ മുസ്ലിം ലോകത്തോട് ചേർത്താണ് ഇറാനെ പറയുക. എങ്കിലും ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇറാൻ മറ്റ് അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണെന്ന് മനസ്സിലാവുക. ആ കാരണവും ഈ യുദ്ധത്തിലും ഈ ആക്രമണത്തിലും ഇറാനോടുള്ള ഇറാനെക്കുറിച്ചുള്ള നിരന്തര പ്രശ്നത്തിലും ഉണ്ട് എന്ന് കാണാം. അതായത് സുന്നി ഷിയ ഇഷ്യൂ, അത് നമ്മുടെ നാട്ടിൽ അത്ര പ്രത്യക്ഷമല്ലെങ്കിലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് വളരെ പ്രകടമാണ്. ഒരു യഹൂദി നസാറാക്കളെ അംഗീകരിച്ചാൽ പോലും ഷിയാക്കൾ അംഗീകരിക്കാത്ത മുസ്ലിം വിഭാഗങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏതാണ്ട് വടക്ക് ഭാഗത്തുമുണ്ട്, അവർ പാകിസ്ഥാനിൽ കൂടുതലായിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അറബ് മിഡിൽ ഈസ്റ്റ് ശാക്തിക ചേരി നോക്കുമ്പോൾ അറബ് മുസ്ലിം സുന്നി രാഷ്ട്രങ്ങൾ ഒരു വശത്തും ഇറാൻ തനിയെ മറ്റൊരു വശത്തുമാണെന്ന് കാണാം. അതിൽ ആരെ ന്യായീകരിക്കണം, ആരോടൊപ്പം ചേരണം എന്നുള്ളത് വേറെ വിഷയമാണ്. അതിൻ്റെ ആവശ്യം ലോകത്തിനില്ലതാനും. പക്ഷേ പൊതുവേ ലോക പൊതുസമൂഹം അമേരിക്കയോടും ആ ചേരിയിൽ നിലകൊള്ളുന്ന അറബ്
വംശജരോടുമൊപ്പമാണ്. പേർഷ്യൻ പശ്ചാത്തലമാണ് ഇറാനികളുടേത്. പേർഷ്യ എന്നാൽ ഇന്ത്യ പോലെ തന്നെ ഒരു പുരാതന സംസ്കാരത്തിൻ്റെ മേൽവിലാസമുള്ളവരാണ്. മാത്രമല്ല, ആധുനിക കാലത്ത് ഉയർന്നു വന്ന പല രാജ്യങ്ങളെക്കാളും അതിപുരാതന കാലം മുതൽക്കേ സാംസ്കാരികമായും വൈജ്ഞാനികമായും മറ്റെല്ലാ നിലയിലും സ്വന്തമായ മേൽവിലാസമുള്ള സമൂഹങ്ങളിൽ ഒരു പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം തന്നെയാണ് ഇറാനും ഇന്ത്യയെപ്പോലെ തന്നെ. ഇന്ത്യ, ഇറാൻ, ചൈന, ആ കൂട്ടത്തിലേക്ക് റഷ്യയെപ്പോലും ഉയർത്തിക്കൊണ്ടുവരാം. എങ്കിലും ഇവയെല്ലാം തന്നെ പുരാതന കാലം മുതൽക്ക് ഇന്നേ വരെ നിലനിന്നു വരുന്ന ചില സാമ്രാജ്യങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. അതേസമയത്ത് നാമാവശേഷമായ അതിപുരാതന കാലത്ത് പ്രഭാവത്തോടെ ഇരുന്നെങ്കിലും ഇന്ന് നാമാവശേഷമായി പോയ സാമ്രാജ്യങ്ങളുമുണ്ട്. ആ കൂട്ടത്തിൽ പൂർണ്ണമായി നശിക്കാത്ത ഒരു സമൂഹമാണ് പേർഷ്യക്കാരുടേതും, അതായത് ഇറാനികളുടേതും ഇന്ത്യയുടേതും. ഇന്ത്യയെപ്പോലെ തന്നെ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നതുപോലെ തന്നെ ഒരു കാലത്തെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഇന്ന് കാണുന്ന മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും എന്നതാണ് വസ്തുത. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ പോസ്റ്റ് കൊളോണിയൽ എറ എന്ന് പറയാൻ വേണമെങ്കിൽ, അതായത് കൊളോണിയൽ ഭരണകൂടങ്ങളുടെ പ്രതാപം അവസാനിച്ച് രാജ്യങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വതന്ത്രമായതോടുകൂടി പുതിയൊരു ലോകക്രമം നിലവിൽ വന്നു. അവിടെ ചില ചേരികളും ഉണ്ടായിത്തീർന്നു. അവിടെയാണ് നെഹ്റുവിൻ്റെ കാലത്ത് ഇന്ത്യ ചേരിചേരാ രാഷ്ട്രമായിരുന്നു, ഒന്നിനോടും ചേരാതെ നിഷ്പക്ഷമായി നിലകൊള്ളാൻ. അങ്ങനെ നിലകൊള്ളാൻ കപ്പാസിറ്റിയുള്ള ഒരു രാജ്യം ഇന്ത്യയെപ്പോലെ അധികമില്ല. അത് ചൈനക്കും ഇറാനുമൊക്കെ ഉണ്ട്. നിരവധി രാജ്യങ്ങൾക്ക് അതില്ലാത്ത രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് അറബ് ഗൾഫ് രാജ്യങ്ങളിൽ മിക്കതിനും ചേരിചേരാതെ അവർക്ക് നിലനിൽപ്പില്ല എന്നതാണ്. അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇറാനെതിരായ അവരുടെ അമേരിക്കൻ പക്ഷം പിടിക്കാനുള്ള പ്രധാന കാരണവും. അതിൽ ന്യായം ഇല്ലാതെയും ഇല്ല. ഇറാൻ എന്ന രാജ്യം അത് ഷായിൽ നിന്ന് പിടിച്ചെടുത്ത ശേഷം, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട ശേഷം പരിസരത്തുള്ള സുന്നി മെജോറിറ്റി രാജ്യങ്ങൾക്കെല്ലാം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാര്യകാരണങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അത് ലോകത്തെ സംബന്ധിച്ച് വിഷയമല്ല. ലോകത്തെ സംബന്ധിച്ച് നിത്യ അശാന്തിക്ക് കാരണമായിത്തീരുന്ന പല നിലപാടുകളും ഇടപെടലുകളും ഇറാൻ്റെ പക്ഷത്തു നിന്നും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. യമനിലെ ഹൂത്തികൾ മുഖേന സൗദി അറേബ്യയോട് നിത്യവും ആക്രമണം അഴിച്ചുവിടുന്ന സ്വഭാവം ഇറാനുണ്ട്. സിറിയയിലെ കാര്യങ്ങൾക്കെല്ലാം സുന്നി മുജാഹിദുകളും ഷിയാക്കളുമായിരുന്നു അവിടുത്തെ പ്രശ്നത്തിൻ്റെ കേന്ദ്രബിന്ദുക്കൾ. ISI എല്ലാം സുന്നി വിഭാഗത്തിൻ്റെ സംഭാവനകളാണ്. ഇസ്രയേൽ അമേരിക്കൻ അച്ചുതണ്ടിലൂടെ വളർന്നു വന്ന രൂപം കൊണ്ട സംഭാവനകളാണതെല്ലാം. പക്ഷേ രാഷ്ട്രത്തിൻ്റെ ശാക്തിക വിനോദങ്ങളിൽ കാര്യമായി പങ്കുചേരാൻ തനതായ കപ്പാസിറ്റി ഇല്ലാത്ത രാജ്യങ്ങളാണ് മിക്ക അറബ് ഗൾഫ് രാജ്യങ്ങളുമെങ്കിൽ ഇറാൻ തനത് കപ്പാസിറ്റി ആർജിച്ച രാജ്യമാണ്. ആ വ്യത്യാസമുണ്ട്. മറ്റ് അറബ് രാജ്യങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഒഴിഞ്ഞുപോക്കിന് ശേഷം, സ്വാതന്ത്ര്യം നേടിയ ശേഷം പുതുതായി രൂപം കൊണ്ട അമേരിക്കൻ ചേരിയിലേക്ക് ചേക്കേറിയപ്പോൾ തീർച്ചയായും ഇറാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇസ്ലാമിക വിപ്ലവം എന്ന പേരിൽ ഷായെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരമേറ്റ പുതിയ മുല്ല ഭരണകൂടം, പുരോഹിത ഭരണകൂടം അമേരിക്കയോട് അത്ര ചങ്ങാതിത്തത്തിലല്ല അതിൻ്റെ തുടക്കം മുതൽ തന്നെ. അതിൻ്റെ ഫലമായിട്ടാണ് ഇറാഖുമായി 5 വർഷം നീണ്ട യുദ്ധവും ഒടുവിൽ ഇറാഖ് തന്നെ അമേരിക്കയുടെയും കൂട്ടായ അറബ് രാജ്യങ്ങളുടെയും ആക്രമണത്തിന് വിധേയമായതും എല്ലാം അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങളാണ്. പക്ഷേ ഇവിടെ ഇറാനെ ആക്രമിക്കുമ്പോൾ അതിനു പിന്നിൽ
അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല എന്ന് കാണേണ്ടി വരും. അതിൽ കർട്ടന് പിന്നിൽ ചില രാജ്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെയാണ് ഇറാൻ്റെ കാര്യവും. ഇറാൻ്റെ പിന്നിലുമുണ്ട് ചില ശക്തികൾ, വൻ ശക്തികൾ എന്നത് ഒരു രഹസ്യമല്ല. ഈ ശക്തികളുടെ ബലപ്രയോഗത്തിന്, ശക്തി പ്രകടനങ്ങൾക്ക് ലോകം വേദിയാവുകയാണെങ്കിൽ അത് തീർച്ചയായും മൂന്നാം ലോക യുദ്ധത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുക. ഒന്നും രണ്ടും ലോക യുദ്ധങ്ങൾ നമുക്ക് അവശേഷിപ്പിച്ചു പോയ മിച്ചബാക്കി പോലും മൂന്നാം ലോക യുദ്ധത്തിൽ അവശേഷിക്കുകയില്ല എന്ന വസ്തുത മനസ്സിലാക്കുമ്പോഴാണ് ഇനിയൊരു ലോക യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ഏറെ ഉത്കണ്ഠപ്പെടേണ്ടത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ലോക യുദ്ധങ്ങൾക്ക് ശേഷവും ലോകം നിലനിന്നു കഷ്ടനഷ്ടങ്ങളോടെയാണെങ്കിലും. പക്ഷേ ഒരു മൂന്നാം ലോക യുദ്ധം, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയുധങ്ങൾ, പ്രധാനമായും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു നടക്ക് പോയെന്ന് വരില്ല. അവശേഷിക്കുന്നത് ആരൊക്കെയായിരിക്കുമെന്ന് പ്രവചിക്കാനുമാവില്ല മൂന്നാം ലോകത്തിൻ്റെ കെടുതികൾ. യുദ്ധം കാണുമ്പോൾ ഒരു സിനിമയിലെ സ്റ്റണ്ട് സീൻ കാണുന്ന അത്ര ആഹ്ലാദത്തോടെ പക്ഷം ചേർന്ന് സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണുന്ന കുറേ ആളുകളുണ്ട്. ഇസ്ലാമോഫോബിയ അതിലൊരു മുഖ്യ ഘടകമാണെന്നും കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും നശിപ്പിക്കപ്പെടുമ്പോഴും ഇക്കൂട്ടർക്ക് വലിയ ആഹ്ലാദമാണ്. പക്ഷേ അവരറിയുന്നില്ല, ലോകത്തിന് മൊത്തത്തിൽ കെടുതിയുണ്ടാക്കുന്നതാണ് ഓരോ രാജ്യത്തിൻ്റെയും നഷ്ടങ്ങളും അവിടുത്തെ യുദ്ധങ്ങളും കെടുതികളും എന്ന് മനസ്സിലാക്കാൻ എന്നാണാവോ ഈ ലോകം മെച്യൂരിറ്റി, പക്വത ആർജിക്കുക. ടെഹ്റാനിൽ ബോംബ് വീണാലും ടെൽ-അവീവിൽ ബോംബ് വീണാലും അതിൻ്റെ ഒരു പങ്ക്, നാശം തീർച്ചയായും ഈ ലോകത്തിനുണ്ടാവും. അത് മനസ്സിലാക്കിയവരാണ് മനുഷ്യസ്നേഹികൾ. അതുകൊണ്ടാണ് അവർക്ക് ടെഹ്റാനിലെയും ടെൽ-അവീവിലെയും നാശനഷ്ടങ്ങൾ ഒരുപോലെ കാണാൻ കഴിയുന്നത്. മത, ജാതി, ജിയോഗ്രഫിക്കൽ ഭേദങ്ങൾക്കപ്പുറം മനുഷ്യൻ എന്ന ഉയർന്ന ചിന്താഗതിയിലേക്ക് എത്തണം, അങ്ങനെ ഒരു നിലപാടിലെത്താൻ. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ലിബറൽസ് എന്ന് വിളിക്കപ്പെടേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ലോകത്ത് ചിരപുരാതനമായി സനാതനമായി പാലിച്ചു പോരുന്ന ധാർമ്മിക മൂല്യങ്ങളെ മുഴുവൻ നിഷേധിക്കുന്ന, പരിഷ്കൃതർ എന്ന പേരിൽ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നാം ഇന്ന് ലിബറൽസായി കണക്കുകൂട്ടുന്നത്. അവരാണ് തങ്ങൾ ലിബറലുകളാണെന്ന് അവകാശപ്പെടുന്നത്. അവർ യുദ്ധത്തിൻ്റെ ഉപാസകരാണ്. കാരണം അവർ കച്ചവട വ്യാപാരവൽക്കൃത ലോകത്തിൻ്റെ ഏജൻറ്റുമാരാണ്. മൂല്യങ്ങളോ ധാർമ്മിക വ്യവസ്ഥകളോ അവർക്ക് പ്രശ്നമല്ല. മനുഷ്യബന്ധങ്ങളുടെ പവിത്രതയോ പരിശുദ്ധിയോ അവർക്ക് വിഷയമേ അല്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ജനവിഭാഗം നശിക്കുന്നത് കാണുമ്പോൾ ആഹ്ലാദം തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ അത് മനുഷ്യൻ്റെ നാഗരികതയിലുള്ള ലിബറലിസമായിട്ടല്ല കാണേണ്ടത്. പിന്തിരിപ്പൻ പ്രാകൃത സ്വഭാവമായി വേണം കാണാൻ. ലോകമില്ലാത്തൊരു ലോകത്തെപ്പറ്റി, യുദ്ധമില്ലാത്തൊരു ലോകത്തെപ്പറ്റി നമുക്ക് സ്വപ്നം കാണാം. യുദ്ധമില്ലാത്ത, കലാപങ്ങളില്ലാത്ത, വിധ്വംസക പ്രവർത്തനങ്ങളില്ലാത്ത, മനുഷ്യർ ഒറ്റക്കെട്ടായി ജീവിക്കുന്ന ഒരു ലോകം നമുക്ക് സ്വപ്നം കാണാം. സ്വപ്നമായി അത് അവശേഷിക്കുമെങ്കിലും. നന്ദി, നമസ്കാരം.